63 സങ്കീർത്തനം എല്ലാവർക്കും പരിചിതമായ സങ്കീർത്തനമാണ്. നാം വായിച്ച് കേട്ടിട്ടുള്ള സങ്കീർത്തനമാണ് 63 സങ്കീർത്തനം. പല ദൈവദാസന്മാർ ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ വായിച്ച് പ്രബോധിപ്പിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. എന്താണെങ്കിലും ദൈവാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന ദൈവിക ദൂതുകൾ അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിക്കട്ടെ. അവിടെ പറയുന്നു, ജീവനേക്കാൾ നല്ലതാണ് എന്താ? ദൈവത്തിന്റെ ദയ. ജീവനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ ദയ. താൽക്കാലികമായി സ്ഥാനം ഭ്രഷ്ടനാക്കപ്പെട്ട ദാവീദ്, സ്ഥാനത്ത് നിന്നും വ്യതിചലിക്കപ്പെട്ട പുറത്താക്കപ്പെട്ട ദാവീദ് ഈ സങ്കീർത്തനം എഴുതുകയാണ്. അവിടെ കാണുന്നത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്നും അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്ത് ചമച്ചതാണെന്ന് കാണുന്നുണ്ട്. പ്രവാസിയായി യോർദാന് കിഴക്ക് യഹൂദ മരുഭൂമിയിൽ കൂടി അലയുന്ന സമയത്താണ് ഈ സങ്കീർത്തനം താൻ എഴുതാനുള്ള സാഹചര്യം, പശ്ചാത്തലം പറയുക. 63:1 ഒന്ന് വായിച്ചേ. ദൈവമേ, നീ എന്റെ ദൈവം. ദൈവം തന്റെ സ്വന്തമാണെന്ന് അവകാശപ്പെടുന്നത് കേൾക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ഞാനതിവിടെ നേരത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ്, എൻ്റെ വണ്ടി, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ തോട്ടം, എൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റ്, എൻ്റെ എന്ന് നമ്മൾ പറയുന്ന ഒത്തിരി ഭൗതിക നന്മകളുണ്ട്. എൻ്റെ എന്ന് അവകാശപ്പെടുന്ന അതിനുള്ള ഡോക്യുമെന്റ്സ്, എൻ്റെ മൊബൈല് എന്നൊക്കെ പറയുന്ന അതെല്ലാം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ എന്ന് പറയുന്ന അത്രമാത്രം ധൈര്യത്തോടെ നമ്മുടെ എന്ന് പറയാതെ ഏകവചനത്തിൽ തന്നെ പറയും, എൻ്റെ എന്ന് പറയുന്ന ധൈര്യം അവകാശപ്പെടുന്ന ഇതുപോലെ ദൈവത്തെ ദാവീദിന് അവകാശപ്പെടാൻ കഴിയുന്നു. ദാവീദ് ദൈവത്തെ അവകാശപ്പെടുകയാണ്. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവമാ. യു ആർ മൈ ഗോഡ്. ദൈവമേ, നീ എൻ്റെ ദൈവമാ. ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിൽ, ഞാൻ മുമ്പേ പറഞ്ഞ ഭൗതിക വസ്തുക്കളെടുത്ത് പറയുന്നതിനെക്കാട്ടിൽ നമുക്ക് പറയാൻ പറ്റും, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവമാ, അങ്ങ് എൻ്റെ ദൈവമാ. ശിശുതുല്യമായ വാക്കുകളിൽ വിശാലമായ അർത്ഥമാണ്. ചില കുഞ്ഞുങ്ങൾ നമുക്കറിയത്തില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ അവർ പറയും, ഇത് എൻ്റെതാ, എൻ്റെ വീട്ടിൽ ഇന്നുണ്ട്, എൻ്റെ പപ്പായാണ്, എൻ്റെ മമ്മിയാണ്, എൻ്റെ പപ്പ എനിക്ക് ഇന്നത് മേടിച്ചു തന്നു, എൻ്റെ മമ്മി എനിക്ക് കിക്കാറ്റ് മേടിച്ചു തന്നു. ചുമ്മാ പറഞ്ഞോട്ട് എന്നോട് പറയാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. അത് ഞാൻ പറയും, എനിക്കുണ്ട് എന്നത്, എനിക്ക് കിക്കാറ്റ് എൻ്റെ മമ്മിയും പപ്പായും മേടിച്ചത് എന്ന് ഞാൻ പറയും. അപ്പൊ അവരതിന്റെ അപ്പുറത്തെ പറയും വേറെ, എൻ്റെ മമ്മി എനിക്ക് സ്കൂൾ യൂണിഫോം മേടിച്ചു തന്നു, എനിക്ക് ഡ്രസ് മേടിച്ചു തന്നു, എനിക്ക് ബാഗ് മേടിച്ചു തന്നു. നമ്മളെ ഒന്നുകൂടെ പ്രചോദിപ്പിക്കുക, പറയിപ്പിക്കുക. അപ്പം എൻ്റെ അവകാശപ്പെടുന്ന ശിശുതുല്യമായ വാക്കുകളായിട്ടല്ല ആ കുഞ്ഞിന്റെ മനസ്സിൽ ശൈശവത്തിൽ അതിന്റെ അകത്തളങ്ങളിൽ പറയുക, എൻ്റെ ആരെ കണ്ടാൽ പറയുക, എന്റേതാ എന്ന് പറയുന്ന പോലെ ഒരു വാക്ക് മാത്രമല്ല, ഒരു വിശാലമായ അർത്ഥമാണ്. പരമാർത്ഥതയുള്ള ശിശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, പരമാർത്ഥതയുള്ള ഹൃദയത്തോടെ ഒരു കൊച്ചു കുഞ്ഞു പറയുക അവന്റെ അപ്പനെ കുറിച്ച്, അമ്മയെ കുറിച്ച്, അവന്റെ കയ്യിലുള്ള ആ വസ്തുവകളെ കുറിച്ച്, അവന്റെ ഭൗതിക നന്മയെ കുറിച്ച് ആ കുഞ്ഞ് എങ്ങനെ അവകാശപ്പെട്ടു പറയുന്നത്. അതിൻ്റെ അകത്തൊരു കളങ്കമില്ല, അതിൻ്റെ അകത്ത് നിഷ്കളങ്കത മാത്രമാണ്, അതിൻ്റെ അകത്ത് ശുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഒരു വിശാലമായ അർത്ഥമാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. ദാവീദ് പറയുക, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങേ അധികാരത്തിൽ ഞാൻ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ഉള്ളം നിനക്കായി കാക്ഷിക്കുന്നു. ശ്രദ്ധിക്കണമേ, അവിടെ കാണാൻ കഴിയുന്നത് ഉണങ്ങി വരേണ്ട ഒരു ദേശം, അവിടെ പച്ചപ്പില്ല, വെള്ളമില്ല, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, അവിടെ ആശ്രയിപ്പാൻ ആരുമില്ല. ആശ്രയിപ്പാൻ കൊള്ളാവുന്നവരെ ഉണ്ടായിരുന്നെങ്കിൽ ദാവീദ് അവരുടെ പേര് പറയുമായിരുന്നു. ആ മരുഭൂമിയിൽ അലയുന്ന സമയത്ത് സ്ഥാനമില്ലാതിരിക്കുമ്പോൾ, മറ്റ് സഹായങ്ങളില്ലാതിരിക്കുമ്പോൾ, ആശ്രയമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് നിയോഗം കൊടുത്തത് കൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലൊക്കെ പറഞ്ഞത്, ദൈവം നിങ്ങൾക്ക് നിയോഗം കിട്ടുമ്പോൾ ആരാധനയിലും കൂട്ടായ്മയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങൾക്ക് നിയോഗം കിട്ടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട് ആ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത്
ദൈവിക വഴികൾ അടയ്ക്കുന്നതിന്റെ ഒരു പ്രതിബന്ധം. ഇത് മനസ്സിലാക്കി ദൈവാത്മാവ് നൽകുന്ന നിയോഗം അനുസരിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അത് ചിലപ്പോൾ ജോലി ചെയ്യുമ്പോഴായിരിക്കാം, അത് ചിലപ്പോൾ വാഹനം ഓടിക്കുമ്പോഴായിരിക്കാം. നമ്മൾ ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ, കർത്താവേ സ്തോത്രം, ദൈവമേ എന്റെ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു. ഞാൻ ഏകാന്തതയിലാണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ്, ഞാൻ പ്രതിസന്ധിയിലാണ്, ഞാൻ കഷ്ടതയിലാണ്, എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം എന്നതാണ്, അതുകൊണ്ട് എനിക്ക് മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങ് മാത്രമേ എനിക്ക് ഭൂമിയിൽ ആശ്രയമുള്ളൂ. അങ്ങനെ ആശ്രയിപ്പാൻ ശക്തൻ അങ്ങിൽ മാത്രം ഞാൻ ചാരി നിന്നുകൊണ്ട് ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഈ ഭൂമിയിലുള്ള ആശ്രയിപ്പാനുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ നോക്കുന്നില്ല. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ നോക്കുന്നത് ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഈ കാഴ്ചപ്പാട് ലഭിച്ചാലേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തുള്ളൂ കേട്ടോ. ദൈവമേ, ദൈവം എന്റെ ദൈവമാണെന്ന് പറയാനുള്ള ശക്തിയും ബലവും വിശ്വാസവും ഉണ്ടെങ്കിലേ ഈ പ്രാർത്ഥന ഫലവത്താകത്തുള്ളൂ. അല്ല അടുത്തിരിക്കുന്ന ആൾ പ്രാർത്ഥിച്ചോണ്ടോ, ഭാര്യ യോഗത്തിന് വന്നുകൊണ്ടോ, ഭർത്താവ് യോഗത്തിന് വന്നതുകൊണ്ടോ, കുഞ്ഞുങ്ങൾ യോഗത്തിന് വന്നുകൊണ്ടോ, അവരുടെ കൂടെ വന്നതുകൊണ്ടോ ഇതിനൊരു അർത്ഥം ഉണ്ടാകത്തില്ല. ഈ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥ അർത്ഥം ഉണ്ടാകണമെങ്കിൽ, യഥാർത്ഥ മറുപടി കിട്ടണമെങ്കിൽ, ഞാൻ വ്യക്തിപരമായി പേഴ്സണലായിട്ട് ദൈവമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ദൈവമേ അങ്ങ് എന്റെ ദൈവമാണ്, എന്റെ ദൈവമാണെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, കോടിക്കണക്കിന് ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് അവകാശപ്പെടാൻ പറ്റും, ദൈവമേ അങ്ങ് എന്റെ ദൈവമാണ്, എന്റെ ദൈവം. കൃത്യമായ വ്യക്തിപരമായ ഒരു ബന്ധം അതിനെ കാണിക്കുന്നത്. അവിടെ അത് മാത്രമല്ല, ആ വാക്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും, എല്ലാം നഷ്ടമാകുമ്പോഴും നിലനിൽക്കുന്ന ഒരു നിധിയാ എന്റെ ദൈവം എന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എല്ലാം നഷ്ടമാകുമ്പോഴും, എല്ലാം പ്രതികൂലമാകുമ്പോഴും, എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുമ്പോഴും ലഭിക്കുന്ന ഒരു നിധിയാണ് എന്റെ ദൈവം എന്നുള്ളത്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്ക് നടച്ച് ഭർത്താവ് ഭാര്യയുടെയിലോട്ട് ബാറ്റൻ കൊടുത്തിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു. അപ്പനും അമ്മയും ആ ബാറ്റൻ ആ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലോട്ട് കൊടുത്തിട്ട് ലോകത്തിൽ നിന്ന് വിട പറയുന്നു. കരുതുമെന്നും ആശ്രയിക്കാമെന്നും ഞാൻ നിന്നെ അന്ത്യത്തോളം നോക്കാമെന്നും പറയുന്നവരൊക്കെ ആ ട്രാക്കിൽ വെച്ച് ഓട്ടം സ്റ്റോപ്പാക്കി അവർ ആ ട്രാക്ക് വിടുമ്പോൾ ഇന്ന് പറയുകയാണ്, നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന, നിത്യതയിലുള്ള സന്തോഷം നൽകിയ, ജീവൻ നൽകിയ, പ്രാണം നൽകിയ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ പറ്റും, കല്ലറ കൊണ്ടോ, സെമിത്തേരി കൊണ്ടോ, ശവപ്പറ കൊണ്ടോ, ശവക്കോട്ട കൊണ്ടോ, ഈ ഭൂമിയിലെ വാസം കൊണ്ടോ അസ്തമിച്ചു പോകുന്നതല്ല ഞാനും എന്റെ ദൈവമായിട്ടുള്ള ബന്ധം. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എത്ര പേർ അംഗീകരിക്കുന്നുണ്ട്, എത്ര പേർ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സ്വീകരിക്കുന്നുണ്ട്. ദൈവപരമ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പ്രയാസകരമായ, ദുരിതകരമായ ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്മൂത്തായിട്ടൊന്നും പോകണമെന്നില്ല. ഈ ദുർഘടമേളിലും, ഈ നൂറ്റാണ്ടിലും, ഈ 2024 കഴിയുന്ന ഈ കാലഘട്ടങ്ങളിലും നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. നാളെ നയിക്കുന്നവൻ ആരാണെന്നും എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് ക്ഷീണിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ബലഹീനപ്പെടത്തില്ല, അതുകൊണ്ട് ഞാൻ മതഹീനപ്പെടത്തില്ല. വാക്കുമാറാത്ത, വാക്കുമാറാത്ത, ആശ്രയിപ്പാൻ കൊള്ളാവുന്ന, കരം പിടിച്ചിരിക്കുന്ന, ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത, കണ്ണുനീരിനെ മറികടക്കാത്ത, കണ്ണുനീർ തുള്ളികൾക്ക് മറുപടി നൽകുന്ന ഒരു വാഗ്ദത്തം ചെയ്ത ദൈവം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഇന്ന് പോലെ എനിക്ക് പറയാൻ പറ്റും, ദൈവമേ നീ എന്റെ ദൈവമാണ്. ഓ ഗോഡ്, യു ആർ മൈ ഗോഡ്. ഓ ശാഖാമാനാദാന. എനിക്ക് പറയാൻ പറ്റും, റൂബിയെക്കാളും, ഞാൻ ഇവിടെ പേരൊന്നും അവരുടെ പേരാവില്ല, എന്റെ അപ്പൻ പാസ്റ്റർ പി എബ്രഹാമിനെക്കാളും, ഏലിയാം എബ്രഹാമിനെക്കാളും, 2 മക്കളെക്കാളും, അമ്മായിപ്പനേക്കാളും, അമ്മായിനേക്കാളും, ഉപ്പാപ്പന്മാരെക്കാളും, അമ്മാച്ചനേക്കാളും, കല്ലേരി മുക്കിക്കാൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ കൂടുന്ന എല്ലാ കുടുംബങ്ങളെക്കാളും എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഭി
എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവൻ, എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ, എന്നെ തള്ളിക്കളയാത്തവൻ, ഈ ഭൂമിയിലുള്ള ബന്ധത്തെക്കാൾ എന്തോ ശ്രേഷ്ഠമായ ഉദാത്തമായ ശക്തമായ ബന്ധമുള്ളവരാണ് എന്റെ ദൈവം. ഇത് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ കൂടെ ആരുമില്ലെന്നുള്ള കാഴ്ചപ്പാടോടാണോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ദൈവം തമ്പുരാനുള്ളത് കൊണ്ട് അവന്റെ കരത്തിൽ യാത്ര ചെയ്യുവാൻ, കരത്തിൽ പിടിച്ച് യാത്ര ചെയ്യുവാൻ, സ്പർശനത്തിൽ യാത്ര ചെയ്യുവാൻ, ശബ്ദം കേട്ട് യാത്ര ചെയ്യുവാൻ ദൈവാത്മാവ് ദൈവസഭയെ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് ലോകത്തുള്ളവർ പറയുന്ന പോലെയല്ല നമ്മൾ പറയുന്നത്, ലോകത്തുള്ളവർ അഭിമാനിക്കുന്ന പോലെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നു ദൈവം എന്റെ ദൈവം, ഞങ്ങളുടെ സഭയുടെ ദൈവമായിരിക്കും, ഞങ്ങളുടെ ഡിനോമിനേഷന്റെ ദൈവമക്കളുടെ ദൈവമായിരിക്കും. ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് പറയണം, ദൈവമേ അങ്ങ് എന്റെ ദൈവം. വിധവകൾക്ക് ന്യായപാലകൻ, അനാഥർക്ക് ആശ്വാസദായകൻ, അശരണരും ആലംബഹീനരുമായ, ലോകത്തിൽ പരിശോധനകളും പ്രതിസന്ധികളിലും പോയ പരീക്ഷിക്കപ്പെട്ട നിരവധി ദൈവദാസന്മാർ അവരുടെ ജീവിതാനുഭവത്തിലൂടെ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അങ്ങ് എന്റെ ദൈവമാണ്. വേദപുസ്തക ചരിത്ര താളുകളിൽ വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുള്ള ഇസ്രായേൽ ജനത്തിന്റെ മാത്രമല്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ദൈവശബ്ദം കേട്ട യോശുവയോടൊക്കെ പറയുക. യോശുവ പറയുന്നു, ഞാൻ ഈ ജനത്തെ നയിക്കാൻ പോകുകയാണ്, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. കർത്താവേ, എനിക്ക് മോശയെ പോലൊന്നും ശക്തിയില്ല, അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത എന്റെ മുൻഗാമികളെ പോലൊന്നും കരുത്തെനിക്കില്ല. പക്ഷെ ദൈവം പറയുക, യോശുവേ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നീ കൃതാർത്ഥനായിരിക്കും. നീ എന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ഞാൻ നിന്നോട് പറയുന്നത് പ്രമാണിക്കുക, ഞാൻ നിന്നോട് പറയുന്നത് അനുസരിക്കുക. നീ എന്റെ ശബ്ദം കേൾക്കുക. എന്റെ ശബ്ദം കേട്ട് നീ കൃത്യമായി ചുവടുകൾ വെച്ചാൽ മോശയോട് കൂടെ ഇരുന്നത് പോലെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ആ വാക്യം മാത്രം പ്രസംഗിച്ചാൽ മതി. ഇന്ന് വിലപ്പെട്ട് മാത്രമേ പോകാവുള്ളൂ. ഭൂമി ഉൽക്കമുണ്ടായാലും, ഉരുൾപൊട്ടലുണ്ടായാലും, വെള്ളപ്പൊക്കമുണ്ടായാലും, ഇടിമിന്നൽ ഉണ്ടായാലും, കോവിഡ് വന്നാലും, ഒമിക്രോൺ വന്നാലും, പകർച്ചവ്യാധികൾ വന്നാലും, ടൈഫോയിഡ് വന്നാലും, മഞ്ഞപ്പിത്തം വന്നാലും, ട്യൂമർ വന്നാലും, ക്യാൻസർ വന്നാലും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും, ഇനി എന്തൊക്കെ രോഗങ്ങൾ ഇവിടെ ജനങ്ങളെ പിടിച്ചമർത്തിയാലും ദൈവമക്കൾ പറയണം, ദൈവമേ അങ്ങ് എന്റെ ദൈവമാണ്. എനിക്ക് തന്നിരിക്കുന്ന ആയുസ്, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന അവസരം, എനിക്ക് തന്നിരിക്കുന്ന പദവി, അത് കർത്താവിന്റെ സന്നിധിയിൽ മരുഭൂമിയുടെ യാത്രയിലാണെങ്കിലും, നിർജ്ജന പ്രദേശത്താണെങ്കിലും, പച്ചപ്പില്ലാത്ത സ്ഥലത്താണെങ്കിലും, വരണ്ട സ്ഥലത്താണെങ്കിലും, ആരുമില്ലാത്ത സ്ഥലത്താണെങ്കിലും ദൈവമേ അങ്ങ് എന്റെ ദൈവം. എല്ലാ നഷ്ടമാകുമ്പോഴും നിലനിൽക്കുന്ന നിധി, അതെന്റെ ദൈവം. അല്പം ബുദ്ധിമുട്ടാ. ചിലത് ഭാര്യയോട് ഏറ്റവും ഇഷ്ടം, ചിലപ്പോൾ ഭർത്താവിനോട് ഇഷ്ടം, ചിലപ്പോൾ ഇതൊന്നുമില്ല കുഞ്ഞുങ്ങളോടായിരിക്കും ഏറ്റവും ഇഷ്ടം, അല്ലെ ഏറ്റവും അടുത്ത കാര്യങ്ങളൊക്കെ പറയുന്ന ആശയങ്ങൾ നടത്തുന്നവരായിട്ടായിരിക്കും. ഇതെല്ലാം വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്ക് ഒരു വിള്ളലുകൾ സംഭവിക്കരുത്. ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഭർത്ത ഭാര്യ ബന്ധം, കുഞ്ഞുങ്ങൾ അപ്പനമ്മ ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, സഭാവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, ദൈവമക്കളും ദൈവദാസൻ തമ്മിലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് ആ സഭാപ്രസംഗി പറയുന്നത് മുപ്പിരിച്ചാരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. വിവാഹവേദിയിൽ വിവാഹ സ്റ്റേജിൽ മാത്രം ഉദ്ധരിക്കാനുള്ള ഒരു വാക്യമൊന്നും അല്ലത്. ദൈവമക്കളുടെ ജീവിതത്തിലും പറയുന്നു, മുപ്പിരിച്ചാരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. രണ്ട് ചരടുകളെക്കാൾ ഒരു ചരടിലൂടെ പിണച്ച് ചേർക്കുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ അതിന്റെ ബലം ഈ ഭൂമിയിലെ ചരടുകൾ പൊട്ടിപ്പോകും. പക്ഷേ വാഗ്ദത്തം ചെയ്ത സൃഷ്ടാവായ ദൈവം, സർവ്വത്തിന്മേലും അധികാരമുള്ള ദൈവം, സർവ്വത്തിന്മേലും ഉടമസ്ഥാവകാശമുള്ള ദൈവം, സകലത്തെയും ചലിപ്പിക്കാൻ കഴിവുള്ള ദൈവം, ആ ദൈവം നിന്റെ ജീവിത പടകിൽ കുടുംബത്തിനകത്ത് ഒന്നാമനായിട്ടുണ്ടെങ്കിൽ പ്രതികൂലത്തിന്റെ തിരമാലകൾക്കോ ശത്രുവിന്റെ ആരവാരങ്ങൾക്കോ ഈ ലോകത്തിലെ ഭൗമികമായ ഒരു പ്രതിബന്ധങ്ങൾക്കോ തച്ചുടയ്ക്കാൻ കഴിയത്തില്ലെന്ന് ദൈവം അതിന്റെ അടിസ്ഥാനത്തിൽ
ദാവീദിനെ പോലെ ഏറ്റെടുത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരം അത് ജീവിതത്തിൽ പോയാൽ എത്തിക്കേണ്ട ഡെസ്റ്റിനേഷൻ എത്തിക്കേണ്ടടുത്ത സ്വർഗ്ഗത്തിൽ. അത് മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും വറ്റാത്ത ഉറവ അവിടെ കാണുന്നത്. അല്ലയോ? അതവിടെ പറയുന്നത്, ഏത് പ്രതിസന്ധിയിലും അവിടെ വറ്റാത്ത ഉറവയ്ക്ക് വേണ്ടി. ഇവിടുത്തെ ഉറവകളെല്ലാം നിൽക്കും. മക്കളുടെ ജോലി പോയാൽ ഗൾഫിൽ നിന്നുള്ള വരുമാനം നിൽക്കും. 2 ദിവസം മഴ പെയ്താൽ റബ്ബറിൽ നിന്നുള്ള വരുമാനം നിൽക്കും. പശുവിന് എന്തെങ്കിലും അസുഖങ്ങൾ പിടിച്ചാൽ അതിൽ നിന്നുള്ള വരുമാനം നിൽക്കും. വാഹനം കേടായി പോയാൽ, അപകടത്തിൽപ്പെട്ടാൽ അതിൽ നിന്നുള്ള വരുമാനം നിൽക്കും. ആരോഗ്യം ക്ഷയിച്ചാൽ കൂലിപ്പണി ചെയ്യാനുള്ള, റബ്ബർ വെട്ടാനുള്ള ആരോഗ്യം നിൽക്കും. ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവർ പിണങ്ങിയാൽ അവരിൽ നിന്നുള്ള സംഭാവനകൾ ഗിഫ്റ്റുകളും നിൽക്കും. ഇവിടെ നിന്ന് തരുന്നതും, ഇവിടെ നമ്മളെ പോഷിപ്പിക്കുന്നതും, ഇവിടെ നമ്മളെ ക്ലോസപ്പിന്റെ ചിരി കാണിക്കുന്നതെല്ലാം വറ്റിപ്പോകും. പക്ഷേ വറ്റാത്തൊരു ഉറവ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ പക്കലുണ്ട്. അത് ഭൗതികം കിട്ടാൻ വേണ്ടിയല്ല അന്യഭാഷ പറയേണ്ടത്, ഭൗതികം കിട്ടാൻ വേണ്ടി അല്ല കൈയടിക്കേണ്ടത്, ഭൗതികം കിട്ടാൻ വേണ്ടി അല്ല ഞായറാഴ്ച ആരാധനയ്ക്കിടേണ്ടത്, ഭൗതികം കിട്ടാൻ വേണ്ടി അല്ല ഇവിടെ വന്ന് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരെ, മുപ്പിരിച്ചവരെ അറ്റുപോകാതെ നടത്തുന്നവരെ, ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ നിനക്ക് വേണ്ടുന്ന നന്മയുടെ ഉറവകൾ തുറക്കാം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് ചൂടേറിയ മരുഭൂമി യാത്രയിലും വറ്റാത്ത ഉറവ നൽകി മാറിക്കുന്ന ഒരു സ്വർഗ്ഗീയ പിതാവിനെയാണ് ദൈവസഭയിലെ ദൈവമക്കൾ ആരാധിക്കുന്നത്. വഴി അടയട്ടെ, സകല വഴികളും അടയട്ടെ. പിന്നിൽ സൈന്യം വരുമ്പോഴും, മുൻപിൽ ചെങ്കടൽ നിൽക്കുമ്പോഴും, നയിക്കാൻ ലീഡറുള്ളപ്പോഴും, ധൈര്യം ദൈവത്തോട് സംസാരിക്കുന്നവൻ കൂടെ ഉള്ളപ്പോഴും, ജനത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ മാർക്കായി ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപോട്ടോ പിന്നോട്ടോ പോകണമെന്ന് അർത്ഥമില്ലാതെ നിൽക്കുമ്പോഴും, ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും മേളിൽ നിന്നൊരു ആലോചനയുണ്ട്. നീ മുൻപോട്ട് പോകാം, നിന്റെ വഴിയെ നീട്ടുക. ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. മനുഷ്യന്റെ ബുദ്ധിക്കിണങ്ങിയ സംഭവങ്ങളല്ല. മനുഷ്യൻ ചിന്തിച്ചാൽ നടക്കത്തില്ല. പക്ഷേ ദൈവം ദൈവമാണ്, സർവശക്തൻ സർവശക്തനാണ്. നിന്റെ ദൈവം ആരാണെന്ന് തെളിയിച്ചതാണ്. ആ ചെങ്കടലെ 2ആയിട്ട് വിഭാഗിച്ച് വെള്ളത്തെ ചിറപോലെ നിർത്തി മുടങ്ങിയ നിരത്തൂടെ അക്കരെ എത്തിച്ചിട്ട് ഞാൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയ ഇസ്രായേലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുമോ? ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. പലപ്പോഴും നാം ഉറക്കമാണ്, നാം മന്ദിഭാവമാണ്, നാം അശ്രദ്ധയാ, നാം നിർജീവാവസ്ഥയാ, നാം പ്രാർത്ഥിക്കാത്തവരാ, നാം പ്രസംഗിക്കാത്തവരാ, നാം പാടാത്തവരാ, ദൈവസഭയിൽ നന്ദിയില്ലാത്തവരാ. പക്ഷേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാലം ഈ ആരാധന ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ. ആദർശമണ്ഡലത്തിൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവം എന്റെ ദൈവമാണെന്നുള്ള കാഴ്ചപ്പാട് വർദ്ധിക്കട്ടെ. അവിശ്വാസത്തിന്റെ ഹൃദയം മാറട്ടെ, നിർജീവാവസ്ഥകൾ മാറട്ടെ. ഈ ദേശത്ത് മാറിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനം ഒരു വിടുതലായി തീരട്ടെ. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയ പാട്ടൊക്കെ ഞാൻ ഇവിടെ പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അന്നമാമാന്റെ പാട്ട് ഉൾപ്പെടെ. യൗവന ദശ കഴിഞ്ഞ് വാർദ്ധക്യം വന്നിടുമ്പോൾ കുടുങ്ങിടും ശരീരം ജീവഭാരത്താൽ
അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളം വയ്ക്കുക നീ ഭാരം അവൻ പാദത്തിൽ. ദൈവം എന്റെ ദൈവമാണെന്ന് പറയുന്ന കാഴ്ചപ്പാടുള്ള ദൈവദാസിദാസന്മാരിൽ പാട്ടിന്റെ അകത്തൊക്കെ വലിയ അർത്ഥമാണുള്ളത്. അതിലൊന്നും മുറിച്ചുവിടാൻ പറ്റത്തില്ല. ശൈശവത്തിലെ, ബാല്യത്തിലെ, കൗമാരത്തിലെ, യൗവനത്തിലെ, അല്ലെങ്കിൽ ഇച്ചിരൂടെ മധ്യവയസ്ക പ്രായത്തിലെ, അല്ലെങ്കിൽ ഇച്ചിരൂടെ കഴിഞ്ഞ് ഏറ്റവും മുതിർന്ന പ്രായത്തിലേക്കൊക്കെ വരുമ്പോഴും അവിടെ ദൈവമക്കളോട്, ദൈവദാസിദാസന്മാരോട് പറയുന്നു, ഞാൻ നിന്റെ ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ അസ്ഥികൾ മെടയപ്പെടുന്നതിന് മുമ്പ് ഓല മെടച്ചിലിന് പോലെ മെടയപ്പെടുന്ന അസ്ഥിയോട് യോജിക്കുന്നതിന് മുമ്പ് നാടിനരമ്പുകൾ, അസ്ഥികൾ, മാംസപേശികൾ, രക്തധമനികളൊക്കെ കൂട്ടി യോജിക്കപ്പെടുന്നതിന് മുമ്പ്, അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ്, അതിന് അപ്പനും അമ്മയും കാണുന്നതിന് മുമ്പ്, ഈ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പ്, ഈ ഭൂമിയിലേക്ക് ജന്മം കൊള്ളുന്നതിന് മുമ്പ് സ്വർഗീയ പിതാവ് എന്റെ ദൈവം എന്നെ കണ്ടല്ലയോ. ഞാൻ ഇവിടെ നിന്ന് 2024 സെപ്റ്റംബർ 15 ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എന്റെ കർത്താവ് കണ്ടതാണ്. എനിക്കത് 2 വർഷം മുമ്പ് അറിയത്തില്ല ഇവിടെ പ്രസംഗിക്കാൻ പറ്റുമോ, അത് 4 വർഷം മുമ്പ് എനിക്ക് പറ്റത്തില്ല. ഇനി 2018 മുമ്പ് ഈ സഭയിലെ പാസ്റ്ററായിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല. ഈ 7 വർഷമായിട്ട് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇവിടെ 7 വർഷം ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട കാര്യം. എന്റെ മാത്രമല്ല, ഞാൻ പ്രസംഗിക്കുന്നുണ്ട് എന്റെ കാര്യം പറഞ്ഞതാ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ കൃത്യമായി ഈ ദൈവത്തിന് നന്നായിട്ട് അറിയത്തില്ലയോ? ഈ ദൈവം നമ്മുടെ ദൈവം, ജീവപര്യന്തം വരെ നടത്തുന്ന ദൈവം, ശ്രേഷ്ഠവാനായ ദൈവത്തിന്റെ കാര്യം ഏറ്റവും പറ്റാത്ത ഉറവയായി നടക്കുക നമുക്ക് തോന്നുന്നില്ല. ജീവിതത്തിന്റെ അധികാരത്തും ഓരോ ദിവസത്തിന്റെ അധികാരത്തും ദാവീദ് യഹോവയെ അന്വേഷിച്ചു. ജീവിതത്തിന്റെ അധികാരത്തും, ഞാനതുകൊണ്ടാ ഇവിടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാര്യം, ജീവിതത്തിന്റെ അധികാരത്തും ഓരോ ദിവസത്തിന്റെ അധികാരത്തും, മോർണിംഗ് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് രണ്ട് പറയത്തില്ല, അതുപോലെ ദാവീദ് യഹോവയെ എന്ത് ചെയ്തു? അന്വേഷിച്ചു. ഈ സ്വഭാവം ഒരു ദൈവദാസന് ദൈവമക്കൾക്കുണ്ടാകും. ജീവിതത്തിന്റെ എല്ലാത്തിന്റെ തുടക്കത്തിൽ, സ്റ്റാർട്ടിംഗ് പോയിന്റ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അപ്പൊ ദൈവമില്ലാതെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ, ദൈവമില്ലാതെ എന്തെങ്കിലും തുടക്കം കുറിച്ചാൽ, ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ എന്തെങ്കിലും പുറപ്പെടാൻ ഇടയാകാതിരിക്കാൻ ദാവീദിനെ പോലെ തുടക്കത്തിൽ, ആരംഭത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ട്. ഒരൊറ്റ പ്രാർത്ഥനയല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകത ദാവീദിനുണ്ടായിരുന്നു. അത് ജീവിതത്തിന്റെ അധികാരത്തിലും ഓരോ ദിവസത്തിന്റെ അധികാരത്തിലും ദാവീദ് യഹോവയെ എന്ത് ചെയ്തു? അന്വേഷിച്ചു. വെള്ളമില്ലാതെ ഉണങ്ങി വരുന്ന ദേശത്ത് ഒരു വഴിപോക്കൻ വെള്ളത്തിനായി ആർത്തി കാട്ടുന്നത് പോലെ ദൈവത്തിനായുള്ള വാഞ്ചയാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരുന്ന ദേശത്തൂടെ ഒരാൾ പോവുകയാണ്. വെള്ളം നോക്കിയിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലമില്ല, കിണറില്ല, പൈപ്പില്ല, വീടുകളില്ല. എവിടെങ്കിലും ഇറ്റു വെള്ളം കിട്ടിയാൽ, തോട് കണ്ടാൽ അവിടെ ശുദ്ധീകരിച്ച ജലമാണോ, അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ടോ ഒന്നും നോക്കത്തില്ല. ദാഹം വന്നു കഴിഞ്ഞാൽ എടുത്ത് കുടിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മാതാവ് കിണറ്റി വീണ സംഭവം നിങ്ങൾ കണ്ടല്ലോ, അടൂരം കണ്ടു. മണിക്കൂറുകൾ കടന്നു. മാലിന്യമുള്ള കിണറാ. അവരാ കിട്ടിയ തടിയേലോ കുറ്റി ചെടിയേലോ പിടിച്ചു കിടക്കുക. അവരെ കാണാതെ അവരുടെ ഭർത്താവ് ആൾക്കാരെ നോക്കുക, പക്ഷെ ഈ കിണർ നോക്കിയിട്ടില്ല. അവരെ എന്തോ ശുദ്രജീവിയെ കണ്ടുകൊണ്ട് അവരെ അതിന്റെ പുറകെ പോയതാ. കാല് തെറ്റി എങ്ങാന്ന് പോയി. വലിയ വാർത്തയായിരുന്നു പത്രത്തിലൊക്കെ. അവരെ വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാൻ ഉള്ളപ്പോൾ അവരെ കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ പറയുന്നു, ആ മാലിന്യപ്പെട്ട ജലം അവരെടുത്ത് കുടിച്ചു. അതിൻ്റെ അകത്തൂടെ അവർക്ക് കാരണം മനുഷ്യന്റെ ജീവനാണ്. ആ മാലിന്യമുള്ള വെള്ളം ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ് കുടിക്കാൻ തരാം. ജീവൻ തുടിക്കുമ്പോൾ, ദാഹം വന്നപ്പോൾ, തൊണ്ട വരണ്ടപ്പോൾ, അല്പം ജലാംശം നാവിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ താൻ കിടക്കുന്ന വെള്ളത്തെ കുറിച്ചൊന്നുള്ള സ്വബോധം തനിക്ക് വന്നില്ല. അവർ ആ വെള്ളം എടുത്ത് കുടിച്ചു. നമ്മുടെ സ്ഥിതി ഇതാ. നമ്മൾ ശുദ്ധമായ ജലം കുപ്പിയിലും കിണറ്റിലും പൈപ്പിലും കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അഭിമാനത്തോടെ അല്ലെ കയറി കുടിക്കുന്നത്. ഒരു വെള്ളത്തിനകത്ത് ചെറിയ ഉറുമ്പ് കിടന്നാൽ ഞാൻ ഇപ്പോഴെടുത്ത് ദൂരക്കളയും. ധാരാളം വെള്ളം കൊണ്ടുവന്നു ആരാ ഒഴിച്ചതെന്ന്. ചെറിയ എന്തെങ്കിലും ഒരു പൊടി കിടന്നാൽ നമ്മൾ ചെയ്യത്തില്ല, ഒന്നുകൂടെ നോക്കിയിട്ടായി കുടിക്കുന്നു. പക്ഷെ വെള്ളമില്ലാത്ത നിർജ്ജന പ്രദേശം, മരുഭൂമി, ചൂടേറിയ മരുഭൂമി, ഒരു സാധ്യതയുമില്ല വെള്ളത്തിന്. അതുവഴി ഒരു വഴിപോക്കൻ പോവുകയാണ്. പക്ഷെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ
ഇങ്ങനെ ആസ്വദിച്ച് ഓരോ തുള്ളി കുടിക്കുകയല്ല. അവൻ വെള്ളം കിട്ടിയാൽ എന്താ ചെയ്യുന്നത്? ആർത്തിയോളം കുടിക്കും. അതിൻ്റെ അകത്ത് ഉറുമ്പ് കിടന്നാലോ പൊടി കിടന്നാലോ അവൻ എന്താ വിഷയം അല്ല. അവൻ വെള്ളം കുടിക്കുന്നത് പോലെ ദാവീദ് ഇപ്പം ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. വെള്ളം കിട്ടാനല്ല, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു, നിനക്കായി ദാഹിക്കുന്നു. ഈ ദാഹം ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടോ? നന്മ ലഭിച്ചിട്ടില്ലയോ? അനുഗ്രഹം കിട്ടിയിട്ടില്ലയോ? ആയുസ് കിട്ടിയിട്ടില്ലയോ? ആരോഗ്യം ലഭിച്ചിട്ടില്ലയോ? ആരും കൈപിടിച്ച്, ചില പ്രായമുള്ളവരെ കൈപിടിച്ച് കൊണ്ടൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളൂ. പരസഹായമില്ലാതെ രാവിലെ പല്ല് തേച്ചില്ലയോ? പരസഹായമില്ലാതെ വണ്ടി ഓടിച്ചില്ലയോ? ഈ യോഗത്തിന് വന്ന് ഈ കസേര ഇരുന്നില്ലയോ? സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ബലം നൽകിയില്ലയോ? മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾക്ക് ബലം നൽകിയില്ലയോ? അങ്ങനെയാണെങ്കിൽ ദൈവവുമായിട്ട് ഒത്തിരി കടപ്പാട് നമുക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ വെന്റിലേറ്ററിൽ ഓക്സിജൻ, ഒരു ഓക്സിജൻ എത്ര രൂപയ ആശുപത്രി അധികൃതർ മേടിക്കുന്നത്? ലക്ഷങ്ങളുടെ ബില്ല ഓരോ ദിവസം കൊടുത്തോണ്ടിരിക്കും, ലക്ഷങ്ങളുടെ ബില്ല്. ഇവിടെ ഫ്രീ ആയിട്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ എത്ര സമയം ശ്വസിക്കുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ ലൈനിലുള്ളവർ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. എത്ര സമയം പമ്പിങ്, ഈ കൈയുടെ അത്രേ ഉള്ളൂ, അവരവരുടെ കൈയുടെ ചുരുട്ടുന്നത്ര അവരുടെ ഹൃദയം എന്നാണ് പറയുന്നത്. അതെത്ര സമയം എന്ത് ചെയ്യുക? പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മെഡിക്കൽ ഡോക്ടറിനോ നേഴ്സിനോ ഒന്നും അറിയത്തില്ല എൻ്റെ ഹൃദയം എത്ര സമയം പമ്പ് ചെയ്യുന്നു. പഠിച്ചവർക്കറിയാം, പക്ഷെ തമ്പുരാൻ അറിയാം, ചലിപ്പിക്കുന്ന തമ്പുരാൻ അറിയാം. ഇതെത്ര സമയം ചലിക്കും, ഇതിനെത്ര കപ്പാസിറ്റി ഉണ്ട്, ഇതെത്ര ആയുസ് വരെ പോകും. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ആ സർവശക്തന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടിയിട്ടുള്ളതിന് സ്തുതി കുറയരുത്, ഫ്രീ ആയി തന്നിട്ടുള്ളതിന് സ്തോത്രം കുറയരുത്, ഫ്രീ ആയി തന്നിട്ടുള്ളതിന് നന്മയുടെ അടയാളങ്ങൾ വെളിപ്പെടുത്താതിരിക്കരുത്. പൈസ കൊടുത്താലേ വിലയുള്ളല്ലോ. പൈസ സാധാരണ തുക സാമ്പത്തികം കൊടുക്കാതെ കിട്ടുന്നതൊക്കെ നമുക്ക് വലിയ വിലയില്ല. സാമ്പത്തികം കിട്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്നതിന് നമുക്ക് ഭയങ്കര വിലയാണ്. പക്ഷേ യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അടികളേറ്റ്, തുപ്പലുകളേറ്റ്, മുഖത്തെ രോമങ്ങൾ പറിക്കപ്പെട്ട, കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ട, ചാട്ടവാറിന്റെ അഗ്രഹത്ത് ഈയക്കൊളുത്തുകളും അസ്ഥികഷ്ണം കൊണ്ടുള്ള അതിന്റെ കൂത്തുമൂർത്ത അഗ്രം കൊണ്ട് തന്റെ പച്ച ശരീരം മുറിക്കപ്പെട്ട് സ്വന്തം കൂട്ടിന് കിട്ടിയ സഹോദരങ്ങൾ, ശിഷ്യന്മാർ തന്നെ വെറുത്തു പറഞ്ഞ് ഓടിപ്പോയി ഒറ്റിക്കൊടുത്ത് എന്തെല്ലാം തിക്താനുഭവങ്ങളിൽ കൂടെ പോയപ്പോൾ ആരും സഹായത്തിനില്ല, എല്ലാവരും ഓടിപ്പോയി. നിന്നോട് കൂടെ മരിക്കേണ്ട വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. ആരെല്ലാം പോയാലും പത്രോസ് പറഞ്ഞു ഞാൻ പോകത്തില്ല. വീരവാദം മുഴക്കിയ പത്രോസും വീരവാദം മുഴക്കിയ തോമസും ആളുകളും ഒക്കെ മാറി മാറി, യൂദയും എല്ലാം മാറി മാറി പോയപ്പോഴും യേശു ക്രൂശിൽ കടന്നുകൊണ്ടൊരു നിലവിളിയുണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് കൈവിട്ടിട്ടല്ല. ആരും സഹായത്തിനില്ലാത്തപ്പോഴും, കൂടെ സഹായിച്ചവരാരും കൂടില്ലാത്തപ്പോഴും യേശു സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് നോക്കുക. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവിടെ കൊണ്ട് തകർത്തില്ല, അവിടെ കൊണ്ട് തീർത്തില്ല. പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പുത്രൻ തമ്പുരാൻ നിലവിളിച്ചപ്പോൾ, പുത്രനായ ക്രിസ്തു കരഞ്ഞപ്പോൾ ആ നിലവിളിയുടെ ശബ്ദം കേട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പലരും പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു മറുപടി കിട്ടാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ്, നിങ്ങളെ എന്റെയും ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് ഇറക്കി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകത്യങ്ങൾക്ക് വേണ്ടി, നാം അനുഭവിക്കുന്ന ശിക്ഷകൾക്ക് വേണ്ടി പകരക്കാരനായി യേശുവിനെ ദൗത്യമേൽപ്പിച്ച് കാൽവരി ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ആ കർത്താവ് വീണ്ടും വരും, ചേർക്കാൻ വരും. അവസാനിച്ചിട്ട് അതാ കാൽവരി ക്രൂശിന്റെ സ്നേഹം. അപ്പം തരാത്ത, അമ്മ തരാത്ത, സഹോദരൻ തരാത്ത, സഭയുടെ പാസ്റ്റർ തരാത്ത, രക്തബന്ധങ്ങൾ തരാത്ത സ്നേഹം. നീ എന്റെ ദൈവം, നീ എന്റെ മകനാ. മോളെ, മകനെ, നീ എന്റെ മകനാ. ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? വേദനിക്കുമ്പോഴൊക്കെ വീട്ടിൽ കേൾക്കത്തില്ല, ചിലപ്പോൾ കേൾക്കും. അത് കല്യാണം കഴിക്കുമ്പോഴൊക്കെ കേൾക്കും. മക്കളെ ജനിക്കുമ്പോൾ കേൾക്കും, താരാട്ട് പാടുമ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതുള്ളപ്പോൾ. പക്ഷെ എല്ലാ സമയത്തും ഇതൊന്നും കേൾക്കത്തില്ല. ശബ്ദം കേട്ടവൻ, ദൈവശബ്ദം കേട്ടവൻ ഹാഗാറിനോട് പറയുക, ഹാഗാറെ നിനക്ക് എന്താ? ദൈവം നീതിമാൻ കേട്ടോ, പക്ഷക്കാരനല്ല, കൃത്യമായി നീതി വിധിക്കുന്നവനാ ദൈവം.
ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ, പാർഷ്യാലിറ്റി ഇല്ലല്ലോ. അതാ ദൈവത്തിന്റെ പ്രത്യേകത. മുഖപക്ഷമുള്ള ദൈവമായിരുന്നെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കത്തില്ലല്ലോ. എന്നെ മാത്രം, ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർ പ്രാർത്ഥന മാത്രമേ കേൾക്കത്തുള്ളൂ, ഞങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കത്തില്ല. നിങ്ങൾ എൻ്റെ കാൽപാദത്തിൽ കുറച്ച് പണമോ സ്വർണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകളോ അങ്ങനെയുള്ള സാധനം വെച്ച് ദൈവത്തെ പോലെ ഇവിടെ കൊണ്ടാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെ ഒരുത്തനെ ആക്കിയിട്ടില്ല കേട്ടോ. പാസ്റ്ററെ ആക്കിയിട്ടില്ല, പുരോഹിതനെ ആക്കിയിട്ടില്ല, മധ്യസ്ഥനെ ആക്കിയിട്ടില്ല. ഇവിടെ ദൈവസഭയിൽ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥന മാത്രമല്ല കേൾക്കുന്നത്, ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്ന, അനുഭവിക്കുന്ന, ജീവിതത്തിൽ അതനുസരിച്ച് നടക്കുന്ന എല്ലാവർക്കും, ദൈവം എല്ലാവർക്കും എന്താണ് പറഞ്ഞത്? അതുകൊണ്ട് ആ സ്തോത്രഗീതം മുമ്പേ പാടിയത്, ദൈവം എല്ലാവർക്കും നല്ലവനാണ്. ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തുക. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഈ സംഗീതത്തിന്റെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ നിർത്തുക. ഒരു വാക്കിലൂടെ ഞാൻ ആ ഭാഗത്തോട് ചേർന്ന് പറഞ്ഞ് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്. എൻ്റെ ആദരങ്ങൾ നിന്നെ എന്ത് ചെയ്യും? ജീവനേക്കാൾ നല്ലതാണെങ്കിൽ ഒടിച്ചു കാട്ടിയ കുട്ടി പോലും ഇവിടെ വന്നെന്ത് ചെയ്യരുത്. ഞാൻ പറയുന്നത് എൻ്റെ പ്രോഗ്രാമിൽപ്പെട്ട കാര്യമല്ല, സ്തുതിക്കാൻ സ്വതന്ത്രം വചനം പറയുന്ന നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നത് എന്റെ ആദരങ്ങൾ, ആദരം എന്ന് പറഞ്ഞാൽ ഇതാണ്, കൈയാണ്. ആദരം നാവാ. വാചവടിക്കാനും ചാപ്പാട് കഴിക്കാനും മാത്രമല്ല വാദം തുറക്കേണ്ടത്. കുറ്റം പറയാനും വിമർശിക്കാനും കൊട്ടേഷൻ പറയാനും തമാശ പറയാനും മാത്രമല്ല വാ തുറക്കേണ്ടത്. അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാ പറയും, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുകൊണ്ട് എന്താ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ആദരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ. വിശുദ്ധ ബൈബിൾ പറയുന്ന വചനമാണ്, എന്റെ ആദരങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. എനിക്ക് വേണ്ടി വേറെ ആരും സ്തുതിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. IPC-ക്കാർ സ്തുതിക്കാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ ജീവൻ, ദയ ജീവനേക്കാൾ വലിയതാണെന്ന് മനസ്സിലാക്കിയ, ദയയെ മനസ്സിലാക്കിയവൻ ഞാൻ വ്യക്തിപരമായി എന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ അതനുസരിച്ച് ദൈവത്തെ ആദരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അത് ഞാൻ പറയുന്നത് നിർത്തുക. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ആൾ അതിൽ നിന്ന് മാറിയിട്ടില്ല. പാസ്റ്റർ, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങള്, സഹോദരി സമാജക്കാരെ, PVT-കാരെ, സൺഡേ സ്കൂളുകാരെ, ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് എല്ലാ പാർട്ടികളും ദൈവത്തെ സ്തുതിക്കണം. പ്രസിഡന്റിനോ ഓവർസിയറിനോ ചീഫ് മിനിസ്റ്ററിനോ ഒന്നും വ്യത്യാസമില്ല. എല്ലാ പാർട്ടികളും ദൈവത്തെ സ്തുതിക്കണം. അതാ ആർക്കും അതിന് ഒരുപാടില്ല, ഈ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ. അതാ പറഞ്ഞ എല്ലാവരും ദൈവത്തെ ദയ മനസ്സിലാക്കിയ എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. അവിടെ നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും എല്ലാം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞാൻ അവരോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രമൊക്കെ പറഞ്ഞ് സ്തുതി പറഞ്ഞ് ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് തന്നെ മാറ്റട്ടെ. സ്തുതിച്ചിട്ട് അവസാനമല്ല, സ്തുതിച്ച് സ്തോത്രം ചെയ്യും. എല്ലാ ഇരുട്ടിനെ ദൈവം മാറ്റും, എല്ലാ വരണ്ട അവസ്ഥയെ ദൈവം മാറ്റും, എല്ലാ ശൂന്യാവസ്ഥയെ ദൈവം മാറ്റും, എല്ലാ പ്രതികൂലത്തിന്റെ കാറ്റിനെ ദൈവം മാറ്റും, എല്ലാ ദുഷ്ടകഴികളെ കർത്താവ് മാറ്റും. ദൈവത്തെ സ്തോത്രം ചെയ്യണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി പറയണം. 9-ാമത്തെ വാക്യത്തിലുണ്ട്, എന്നുള്ള നിന്നോട് പറ്റിയിരിക്കുന്ന നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. എന്നാൽ അവർ സ്വന്തം നാശത്തിനാൽ എനിക്ക് പ്രാണനായി വരുത്താൻ നോക്കുന്നു. നോക്കണേ, വലങ്കൈ കൊണ്ട് താങ്ങുമ്പോഴും വലങ്കൈ കൊണ്ട് പിടിച്ചിരിക്കുമ്പോഴും പറയുക, എന്റെ പ്രാണനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉദാഹരണം പറഞ്ഞില്ല, ഇനി അത് നിങ്ങൾ കേൾക്കണ്ട. ഒരു വീടിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു, അവരെ അല്ല പറഞ്ഞേ. ഒരു നന്മ പൊട്ടി പുറപ്പെടുമ്പോൾ അതിനെ തല്ലി തകർക്കാൻ, ആ നന്മയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താതിരിക്കുക. ഞങ്ങളുടെ നിന്റെ അപ്പത്തെ വെള്ളത്തിൽ എഴുതിയ വചനം പറഞ്ഞിട്ട് പറഞ്ഞു, ആ നന്മ പൊട്ടിപ്പുറത്ത് യേശുവിന്റെ കാര്യം തന്നെ. യേശു ജനിച്ചപ്പോൾ തന്നെ ഹെരോദാവ് യഹൂദന്മാരുടെ രാജാവിനെ ചെന്ന് വണങ്ങാൻ വേണ്ടിയല്ല, എനിക്കൂടെ ചെന്ന് നമസ്കരിക്കാൻ, തലവെട്ടാനുള്ള അന്വേഷണം. തലവെട്ടാൻ, ബ്ലഡ് കാണാൻ. തല വെട്ടിയാൽ പിന്നെ പ്രാണനില്ലല്ലോ, ഉണ്ടോ? തീർന്നു. തലയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ പ്രേമം? തല വെട്ടാൻ. പക്ഷെ തമ്പുരാൻ അനുവദിക്കോ വെട്ടാൻ? ഏകജാതനെ അയച്ചത് ഏകജാവിന്റെ കയ്യിലോട്ട് പോകാനല്ല,
നിങ്ങൾ മത്തായി സുവിശേഷത്തിൽ വായിക്കണം. ഹെരോദാവ് കഴിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. അവൻ തീർന്നു, അന്തരിച്ചു, കാലം ചെയ്തു. യോസഫിനും മറിയയ്ക്കും ദൈവം പ്രത്യക്ഷനായി. നന്മകളും വിടുതലുകളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് കരഞ്ഞ് ഉപവസിച്ച് ത്യാഗം സഹിച്ച പലതും വിട്ട് ദൈവസനയിൽ വില കൊടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മേടിച്ച് പോകുമ്പോൾ അടുത്ത നിമിഷം നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനാക്കുറവ് കൊണ്ട്, നമ്മുടെ ആരാധനക്കുറവ് കൊണ്ട്, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധക്കുറവ് കൊണ്ട് ഈ വില കൊടുത്ത് മേടിച്ച് നഷ്ടപ്പെട്ടാൽ എന്തൊരു വേദനയാണ്. ആദാമിനെ ഹവ്വായെ ഏദൻ തോട്ടത്തിൽ പാർപ്പാനും വാഴാനും ഒക്കെ കൊണ്ട് ആക്കിയതാണ്. അവരെ തല്ലി തകർത്ത് കെരുവുകളെ കാവലാക്കിയിട്ട് അവരെ പുറത്താക്കി നിർത്താൻ ദൈവം ആഗ്രഹിച്ചില്ല. പക്ഷേ ദൈവത്തെ പോലെ ആകാമെന്നുള്ള ഓഫർ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തെ മറന്നു. അവർ പെട്ടെന്ന് വീണുപോയി. അനുസരണക്കേട് കാണിച്ചു പോയപ്പോൾ പോകാൻ എല്ലാം മറക്കി വിട്ടു. അപ്പോഴത് നഗ്നരാണ് പറഞ്ഞത്, പുറത്താക്കപ്പെട്ടത് ചിന്തകളും. എനിക്ക് ഇങ്ങനെ പറഞ്ഞാണല്ലോ, നിങ്ങളുടെ യോഗം എനിക്ക് പോകത്തില്ല, അടുത്ത ആഴ്ച വരാൻ സാധ്യതയില്ല, ഞാനിവിടെ നിർത്തുകയാണ്. വചനവും ദൂതും ദൈവം തന്നതുണ്ട്. പക്ഷെ ഇന്ന് പകരം അറിയിക്കാനുള്ള സന്ദേശം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ച എല്ലാം എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ഏറ്റെടുത്ത് പരമാർത്ഥതയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് ദൈവീയ അനുഗ്രഹം ഏറ്റെടുത്ത് സന്തോഷത്തോടെ പോകാൻ ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമേ, നീ എന്റെ ദൈവം. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ദൈവമേ, നീ എന്റെ ദൈവം. എന്റെ ദൈവമാണ്, എന്റെ ദൈവമാണ്, എന്റെ ദൈവമാണ്, എന്റെ മാത്രം ദൈവമാണ്. നിങ്ങൾ പറഞ്ഞു, എന്റെ ദൈവമാ, എന്റെ ദൈവമാ, എന്നെ കൈവിടാത്ത ദൈവമാ, വാക്കുമാറാത്ത ദൈവമാ, എന്നെ തകർക്കുന്ന ദൈവമല്ല, എന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ. സ്തോത്രം. ദൈവം